എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്താണേലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഈ മുളിച്ചില്, അതേപോലെ തന്നെ വെള്ളിച്ച, ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓരോ പ്രോബ്ലംസ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഈ വേർഡ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അതിന്റെ പിക്ചറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വെള്ളീച്ചയും അതേപോലെ തന്നെ നമ്മുടെ മുളിച്ചിലൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു റെമഡിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇത് 100% റിസൾട്ട് കിട്ടിയ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 years ആയി. എനിക്ക് എൻ്റെ കംപ്ലീറ്റ് പ്രോബ്ലവും മാറി. നമ്മുടെ കാലിൻ്റെ ഈ വലിയ വിരലിൻ്റെ അവിടെയൊക്കെ ഉണ്ടാകുന്ന വിണ്ട് കീറുന്ന അതും, അതേപോലെ തന്നെ നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉണ്ടാകുന്ന മുളിച്ചിലും എല്ലാം മാറും. ഞാൻ 100% ഷുവർ പറയുന്നത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമുക്ക് വേണ്ട 2 സാധനങ്ങൾ. ഈ വലിയ ബോട്ടിൽ കണ്ടിട്ട് ഇത് ഇത്രയും വലുതെന്ന് വിചാരിക്കേണ്ട. ഞാൻ ബൾക്കായിട്ട് ഒരു വലിയ ബോട്ടിൽ റേറ്റ് കുറവിൽ കണ്ടപ്പോൾ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. പർപ്പിളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ഇത് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലും അല്ലാത്ത ഫാൻസി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഈ റോസ് വാട്ടർ അവൈലബിൾ ആണ്. അത് ഈ ഗുലാബ്രീൻ്റെ തന്നെ എടുക്കണം എന്നൊന്നുമില്ല, ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗുലാബ്രി എന്ന് പറയുന്ന ബ്രാൻഡ്, മറ്റേ ഡാബർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഗുലാബ്രി എന്ന് പറയുന്ന റോസ് വാട്ടറാണ് ഞാൻ എടുക്കാറ്. എല്ലാ റോസ് വാട്ടറും സെയിം ആണ്, ഏതെടുത്താലും സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും. ഞാൻ ഇത് മേടിക്കുന്നതുകൊണ്ട് സ്ഥിരം ഇത് മേടിക്കുന്നതെന്നേ. ഇനി നമുക്ക് വേണ്ടതാണ് ഇതാണ് ഗ്ലിസറിൻ. ഗ്ലിസറിൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ കിട്ടുള്ളൂ, വേറെ ആപ്പുകളിലൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ എന്ന്. അപ്പം ഇത് ഒരു 40 റുപ്പീസിന്റെ കുഞ്ഞി ബോട്ടിലാണ് ഞാൻ മേടിക്കാറ്. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താലാണ് നമുക്ക് ഇതിനുള്ള ഒരു മരുന്ന് കിട്ടുന്നത്. മരുന്നല്ല, ഇത് മാറാനുള്ള ഒരു സാധനം കിട്ടുന്നത്. അപ്പം ഇതെങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്നും എത്ര റേഷ്യോയിൽ എടുക്കണം എന്നും ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ബോട്ടിലാണ്. ഇതുപോലൊരു ബോട്ടിൽ ഇതിലിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തത് ഉപയോഗിച്ച് ഇത്രയായിട്ടാണ് കേട്ടോ. ഈ ബോട്ടിൽ ഞാൻ എവിടെന്നാണ് മേടിച്ചതെന്നും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നല്ലൊരു സ്പ്രേ ബോട്ടിലാണ്. നമുക്കിങ്ങനെ ഇപ്പം ഈ സാധനം മിക്സ് ചെയ്ത് വെച്ചതിന് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നല്ല സുഖമായിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രേ ആകുമ്പോൾ നമുക്ക് എല്ലായിടത്തും എത്തുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു ബോട്ടിൽ ഫസ്റ്റ് എടുക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ ടോപ്പ് ഊരി ഇനി നമുക്ക് ഈ ബോട്ടിൽ തുറക്കാം. അപ്പം ഇങ്ങനെയുള്ള ഒരു ബോട്ടിൽ ഫസ്റ്റ് എടുക്കാം. അതിപ്പോൾ സ്പ്രേ ബോട്ടിൽ വേണമെന്നില്ല, എന്തിനാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ ഗുലാബറിന്റെ ഇത് കുഞ്ഞി ബോട്ടിൽ മുമ്പ് മേടിക്കുമായിരുന്നു. അപ്പം അതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒഴിച്ച് വെക്കാറ്. ഇപ്പം ഞാൻ ഇത് ബോട്ടിൽ വാങ്ങിയ ശേഷം എനിക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് തീർന്ന് ഇത്രയായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മളെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എടുക്കേണ്ട റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതൊരു 30% എടുക്കുകയാണെങ്കിൽ ഇതൊരു 70%. ആ ഒരു റേഷ്യോയിൽ എടുത്താൽ മതി. കാരണം ഇത് കൂടുതൽ എടുക്കരുത്. അപ്പൊ സ്പ്രേ പോയാൽ നമുക്ക് സ്പ്രേ ആയിട്ട് അടിയത്തും ഇല്ല. അതേപോലെ തന്നെ ഇത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ സ്കിന്നിൽ ഇങ്ങനെ ഒരുമാതിരി നമ്മളിങ്ങനെ തൊടുമ്പൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഉട്ടലുണ്ടായിരിക്കും ഇത് കൂടുതൽ എടുത്താൽ. അല്ലെങ്കിൽ ഇത് കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. ഈ രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കൂടുതലും വേണ്ടത്. ഞാനിപ്പം ഫസ്റ്റ് ഈ ഒരു ബോട്ടിലോട്ട് ഇത് ആവശ്യത്തിന്, ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എത്ര ഒഴിക്കണം വേണ്ടെന്നല്ല. അപ്പം അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഇത് ആവശ്യത്തിന് ഇതിലോട്ട് ഒഴിക്കുകയാണേ. അപ്പം ഞാൻ ഇതൊരു കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി റോസ് വാട്ടർ ഒഴിക്കാം. എൻ്റെ റോസ് വാട്ടർ തീരാനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഗ്ലിസറിന് കുറച്ചെടുത്തത് കേട്ടോ. ഇല്ലെങ്കിൽ ആ രണ്ടും കൂടിയുള്ള റേഷ്യോ മിക്സ് ആകത്തില്ല. ഓക്കെ, അപ്പം റോസ് വാട്ടർ എൻ്റെ തീർന്നിരിക്കുന്നത് ഗൈസ്. ഫുൾ റോസ് വാട്ടർ ഞാൻ ഒഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ആയിട്ടുണ്ടെന്ന്. ഇനി ഗ്ലിസറിന് ഒഴിച്ച് കഴിഞ്ഞാൽ സ്പ്രേ ആയിട്ട് വരത്തില്ല. നമുക്കിതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതെന്ത് ചെയ്യാം, ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് റേഷ്യോ ആണ്. സ്കിന്നിൽ ഇങ്ങനെ തേച്ച് നല്ല മോയ്സ്ചറൈസിങ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് റിസൾട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും ഒരുപാട് പൈസ മുടക്കി പ്രൊഡക്റ്റ് മേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഞാൻ ഈ ഒരു മുളിച്ചിൽ വന്ന സമയത്ത് ഞാൻ കാണിക്കാത്ത ഡോക്ടറില്ല. ഒരുപാട് ഡോക്ടറിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എല്ലാ ഇംഗ്ലീഷിലാണേലും ഹോമിയോയിലാണേലും ആയുർവേദത്തിലാണേലും എല്ലാം കാണിച്ചിട്ടും എനിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഇങ്ങനെ ഷോർട്ട് ഡ്രസ്സസ് ഒക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കാല് കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ഈ മുളിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്നുള്ളൊരു മടിയായിരുന്നു. ഇപ്പൊ പക്ഷെ ഫുൾ മാറി. അപ്പൊ എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല, ഫുൾ മാറി, എല്ലാം ക്ലിയർ ആയി. ഞാനിപ്പോൾ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ, നമ്മളെ ദീപ്തി എന്ന് പറയുന്ന യൂട്യൂബർ ഉണ്ടല്ലോ, ദീപ്തി ചേച്ചി. ഈ ദീപ്തി എന്ന് പറയുന്ന യൂട്യൂബറിന്റെ അവരുടെ അക്കൗണ്ടിൽ അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പണ്ട് എന്തോ ഇങ്ങനെ വിണ്ട് കീറുന്ന എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെന്തോ ഒരു ബസ്സിൽ പോയപ്പോൾ ആ എല്ലാവരും ബസ്സിൽ നിന്നൊക്കെ അവരുടെ അടുത്ത് ഇരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം അങ്ങനെ ഒരിക്കൽ ബസ്സിൽ പോയപ്പോൾ ഏതോ ചേച്ചി അടുത്ത് വന്നിട്ട് ആ ചേച്ചി പറഞ്ഞു കൊടുത്ത ഒരു സീക്രട്ടാണിത്. അങ്ങനെ ആ ദീപ്തി എന്ന് പറയുന്ന ചേച്ചി ഇത് ഉപയോഗിച്ച് ആ ചേച്ചിക്ക് മുഴുവൻ മാറി ക്ലിയർ സ്കിന്നായി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത് ഉപയോഗിച്ച് എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ടായി. അപ്പം തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ പിന്നെ ഒരുപാട് പേരെ വിളിച്ച് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ ഇപ്പം ഫുൾ സോൾവായി, ഫുൾ പ്രോബ്ലം പോയി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കാറുണ്ട് ഡോക്ടർമാരൊന്നും എന്താ ഇത് സജസ്റ്റ് ചെയ്യാത്തത്. ചിലപ്പോൾ അവർ ഇത് സജസ്റ്റ് ചെയ്താൽ ഇതിന് മുളിച്ചിലിനൊക്കെയുള്ള മരുന്നിൻ്റെ ഒരു ഇത് പോകുമല്ലോ, അതുകൊണ്ടായിരിക്കാം, എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളിൽ ഇതേപോലെ തന്നെ മുളിച്ചിലും അതേപോലെ തന്നെ വെള്ളീച്ചൊക്കെ ഉള്ളവര് ഉറപ്പായിട്ടും ഇതിനാകെ നിങ്ങൾക്ക് ഒരു 40 രൂപേൻ്റെ ഗ്ലിസറിനും ഒരു 30 രൂപേൻ്റെ റോസ് വാട്ടറും മേടിച്ച് 70 രൂപയുള്ളൂ ചിലവ്. ഇതുപോലെ നിങ്ങളെ വീട്ടിലുള്ള ഏതെങ്കിലും കാലി ബോട്ടിലാക്കി വെച്ചിട്ട് നിങ്ങൾ രാവിലെ കുളിച്ച് കഴിഞ്ഞാലുള്ള വെറ്റായിട്ടുള്ള ബോഡി ഉണ്ടാവില്ലേ, നമ്മൾ കാലൊന്ന് ജസ്റ്റ് തുടച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഉണങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണങ്ങിയിട്ടില്ല, അങ്ങനത്തെ ആ ഒരു സ്കിന്നിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞ് ഇത് അപ്ലൈ ചെയ്യരുത്. അപ്പം നമ്മൾ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് അപ്പം തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ഈർപ്പൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയൊക്കെയാണോ, അതായത് കയ്യിൽ നിങ്ങൾക്ക് വിളയിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ മുളിച്ചിലുണ്ടെങ്കിൽ കയ്യിൽ കാലിലും ഒക്കെ നിങ്ങൾക്ക് ഇത് തേക്കാം. എനിക്ക് തോന്നുന്നു മുഖത്ത് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാമെന്ന്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. അപ്പോൾ കാലിലും അതേപോലെ തന്നെ കയ്യിലൊക്കെ നിങ്ങൾ വെള്ളിച്ചുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കുളിച്ച് കഴിഞ്ഞിട്ട് രാവിലെ ഇത് 2 നേരമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴൊക്കെ കൈയും കാലും എപ്പോഴൊക്കെ ഞാൻ കഴുകുന്നു അപ്പോഴൊക്കെ ഞാൻ ഇത് തേക്കും. എനിക്കിങ്ങനെ ഇത് തേക്കാതിരിക്കാൻ പറ്റത്തില്ല, തേച്ച് ശീലമായതുകൊണ്ട് തന്നെ. അപ്പം നിങ്ങൾ എപ്പോഴൊക്കെയാണോ കൈയും കാലും ഇങ്ങനെ ഇപ്പോൾ കയ്യിലും കാലിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങളത് കഴുകുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കാലൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നിങ്ങളിത് ഉപയോഗിക്കുക. അതായത് തുടച്ചതിന് ശേഷം ഇത് തേച്ചെടുക്കുക. ഞാൻ 100% പറയാണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ മെഡിക്കൽ സ്റ്റോറിലോട്ട് നമ്മുടെ ഗ്ലിസറിൻ മേടിക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് ഈ റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്ത ഡാബറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അതെനിക്ക് അറിയില്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളവർ, അതായത് ഭയങ്കര മടിയുള്ളവരാണെങ്കിൽ ആ പ്രൊഡക്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. അതിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് അവർ പറഞ്ഞതാണ് ഇങ്ങനെ മിക്സ് ചെയ്തൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്ക് കൂടുതലും ഒരു തൃപ്തി ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ മേടിച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ മേടിച്ച് ചെയ്യുന്നത്. പിന്നൊരു കാര്യം, ഇത് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് അവരെല്ലാവരും കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിൽ പറയാം. അപ്പം ബാക്കിയുള്ളവർക്കും കൂടി കമൻറ്റ് കാണുമ്പം അറിയാലോ ഇത് തേച്ചാൽ ഇങ്ങനെ ചേഞ്ചസ് ഉണ്ട്, അപ്പം ഇത്രയും പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇത് ഉപയോഗിക്കുന്ന കുറേ പേരുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്താണേലും ദിഗ്വിജയൻ്റെ വീഡിയോ കണ്ടിട്ട് ഉപയോഗിച്ച് ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരൊക്കെ എന്താണേലും
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലിടുക. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, നല്ലതാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, ബൈ.